ഹായ് ഫ്രണ്ട്സ്, നാടൻ അടുക്കള യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞി ചക്കയൊക്കെ ആയിട്ടാണ്. അപ്പോൾ എനിക്കൊരു കുഞ്ഞി ചക്ക കിട്ടിയതാണ്. അപ്പം ഞാൻ അതിനെ ഒന്ന് വേവിച്ചെടുക്കാൻ നോക്കിയപ്പോഴത്തേക്കിന് അതിനുള്ളത് ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതിനെ നമുക്ക് ചക്കക്കറി അല്ലെങ്കിൽ എരിശ്ശേരി, ചക്ക എരിശ്ശേരി നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഇതിനെ ഒന്ന് മുറിച്ചെടുത്ത് വൃത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം മുറിച്ചെടുക്കുന്ന സമയത്ത് കൂട്ടുകാരൊക്കെ തുണ്ടിൻ്റെ ചകിരി അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഒക്കെ അടുത്തുകൊണ്ട് വെച്ചേക്കണം. കാരണം നന്നായിട്ട് അരക്ക് പിടിക്കുകയും പിന്നെ എങ്ങോട്ട് തൊട്ടാലും കൈ വൃത്തികേടാകും. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് വേണം. അപ്പോൾ ഇതൊരു പരസ്യമല്ല ഒരിക്കലും. അപ്പം നമുക്ക് ഇതൊന്ന് മുറിച്ച് വൃത്തിയാക്കിയെടുക്കാം. അപ്പം ഞാനിതിനെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു ഇതേപോലെ ഒരു ചകിരിയും തുണ്ടുമൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം ഇതിനെ ഇങ്ങനെ ചുറ്റിച്ച് കറ മൊത്തം ഇങ്ങനെ എടുത്ത് വൃത്തിയാക്കിയെടുക്കാം. കണ്ട, ഇതേപോലെ മൊത്തം ചുറ്റിച്ചെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ കത്തിയിലൊക്കെ അരക്ക് പറ്റിയിരിക്കുകയാണെങ്കിൽ നമുക്കതൊന്ന് പിന്നെ അടുപ്പിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്നത് മാറ്റിക്കളയാനായിട്ട് സാധിക്കും. കാരണം അത് ചൂട് പിടിക്കുമ്പോഴത്തേക്കിന് അരക്കെല്ലാം കൂടി അങ്ങ് ഉരുകി അങ്ങ് പൊക്കോളും. അന്നേരം ഒരു തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി. അപ്പം എൻ്റെ മോൾ ഇടയ്ക്കിടയ്ക്ക് വന്നിരുന്ന് വഴക്കുണ്ടാക്കുന്നതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിനൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ അത് ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ആൾ വന്ന് ഓരോന്നിനും പിടിച്ച് ഞാൻ എത്ര പ്രാവശ്യം കൊണ്ട് ഒരു വീഡിയോ ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് പുള്ളിക്കാരത്തി ഇങ്ങനെ വരും, ഒന്ന് വഴക്കുണ്ടാക്കി പോകും. അങ്ങനെ അപ്പം നമ്മുടെ ചക്കക്കറിക്കുള്ള ചക്കച്ചോളയൊക്കെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളായിരുന്നു, കുറച്ചേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കാവേ. അപ്പം ഞാൻ നമ്മുടെ ചക്കയൊക്കെ അരിഞ്ഞിവിടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. അപ്പം ഞാൻ നമ്മുടെ ചക്കയൊക്കെ ഇവിടെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ചട്ടിക്കകത്തോട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തോട്ട് 2 ചെറിയ കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ഇട്ട് നമുക്ക് അടച്ചു വെച്ചതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ചക്കയൊക്കെ വേവാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് പറ്റിയൊക്കെ വരട്ടെ, വെള്ളം ഇച്ചിരി കൂടി ഒന്ന് പറ്റി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പൊക്കെ ചക്കക്കുരുവൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. അപ്പം ഞാനിവിടെ കുറച്ച് തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ജീരകം, കുരുമുളക്, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്. പിന്നെ നമുക്ക് ഈ തേങ്ങ നമുക്ക് വറുത്ത് ചേർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചതാണ്. അപ്പോൾ ഇനി നമുക്ക് അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ അരപ്പൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ഒഴിച്ചോറ് വെക്കുമ്പോൾ അത്രയും ഒത്തിരി അരിഞ്ഞൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിത് ആ വെന്ത ചക്കയ്ക്കകത്തോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് നമുക്ക് ചക്കയ്ക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കാം. അപ്പം ഇതിനകത്ത് നമ്മളിനി പ്രധാനപ്പെട്ട വേറൊരു സാധനം കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നുണ്ടെന്ന്. അത് നമ്മുടെ മറ്റൊന്നുമല്ല, വൻപയറാണ്. അപ്പോൾ ഇത് വേവിച്ചൊക്കെ വെച്ചിരുന്നതാണ്. ഇപ്പോൾ കേട്ട് വേവിച്ച് വെച്ചിരുന്നത്. നമുക്കിനി ഇതും കൂടി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് ഇത് താളിച്ചിട്ട് കൊടുക്കാം. തേങ്ങയൊക്കെ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വറുത്ത് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പയർ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കുറച്ചേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ആവശ്യത്തിനുള്ളതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം. ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയൊക്കെ അത്
നമ്മൾ കടുക് വറുക്കുന്നതിനകത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് വേണം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. കടുക് വറുക്കാനുള്ള ചീനച്ചട്ടിക്കകത്ത് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുകൊക്കെ പൊട്ടി വെക്കാം. കൊച്ചുള്ളി ചെറുതായിട്ട് വരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് വറ്റൽമുളക് ഇല്ലായിരുന്നു, ഒരു ചെറുതേ എനിക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് തേങ്ങയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് നല്ലതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് ഇതിനെ നമുക്കെടുത്തിട്ട് വരാം. നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുള്ളവർ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതേപോലെയുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് നാളെ കാണാം.